തൊഴിലാളി കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ ചൂരൽമലയും അതോടൊപ്പം മുണ്ടക്കൈ പ്രദേശമൊക്കെ. ഹാരിസൺ എസ്റ്റേറ്റിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളി കുടുംബങ്ങൾ വസിച്ചിരുന്ന സ്ഥലം കൂടിയായിരുന്നു അത്. അവരുടെ ലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഈ അപകടവും നടന്നത്. പല പ്രദേശങ്ങളിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ചൂരൽമല അങ്ങാടി എന്ന് പറയുന്ന പ്രദേശം. അവിടെ ആകെ മണ്ണ് പുതഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമീപത്തെ സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം നിലയോട് അടുപ്പിച്ച് ഒഴുകിയെത്തിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ എല്ലാ പ്രദേശങ്ങളിലും മണ്ണിൽ പുതഞ്ഞ ഒരു സാഹചര്യമാണ് ഉള്ളത്. ആസിഫ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ആസിഫ്, അവിടെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രജീഷ്, രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇരുട്ട് വ്യാപിച്ചതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ പരമാവധി ഇപ്പോഴും ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ ഉള്ള ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചത്. അത് പകൽ സമയത്ത് പോലും രക്ഷാപ്രവർത്തനം ദുഷ്കരമായ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോഴും ഈ രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ ഇങ്ങനെ തുടരെ ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങോട്ട് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞത് ഈ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കേറാൻ കഴിഞ്ഞത് കുറച്ച് വൈകിയാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കിയെടുത്ത് വളരെ ശ്രമകരമായാണ് അങ്ങോട്ട് എത്തിയതിനു ശേഷം അത് വളരെ വേഗതയിൽ ഉള്ള രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ഓരോ മിനിറ്റിലും ഇങ്ങനെ ആംബുലൻസുകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്, ആളുകളെയും എടുത്തുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്പീഡിൽ ഈ രാത്രിയിലും ആ ഒരു രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും നേവിയും അടക്കമുള്ള എല്ലാ സംഘങ്ങളും, കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള എല്ലാ സംഘങ്ങളും ഈ ഒരു രക്ഷാപ്രവർത്തനം സജീവമായി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമുക്കൊരു ആശങ്കയുണ്ടായിരുന്നു രാത്രിയിൽ എത്ര നേരം ഇത് തുടരാൻ കഴിയുമെന്ന്. എന്നാൽ ഇപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന എല്ലാ വെട്ടവും പ്രകാശവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. അത് വളരെ നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം വളരെ ശ്രമകരമായാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുറന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ നമുക്കറിയാം, ഈ റോഡ് ഇപ്പോഴും പലയിടത്തും മണ്ണിടിച്ചിലും മറ്റുമായി പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന അവസ്ഥയുണ്ട്. ഈ ഒരു വഴി വേണം ഈ ആംബുലൻസുകളിൽ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ. രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു വിശ്രമം നൽകാനായി അവർ ഒന്ന് മാറുന്ന സമയത്ത് അതിലും കൂടുതൽ ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നു. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലും ഉള്ള ഇടതടവില്ലാതെ തന്നെയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇവിടെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ തന്നെ ഈ ആളുകൾ കാത്തിരിക്കുകയാണ്. എത്ര പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് പോലും നമുക്ക് കൃത്യമായൊരു കണക്കെടുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഇന്ന് വന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഈ വൈകിയ വേളയിൽ പോലും ഒരു എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു വലിയ ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ട്. കാരണം എത്ര പേരെ രക്ഷപ്പെടുത്തി ഈ മരിച്ചവരുടെ കണക്ക് വരുമ്പോൾ ആ ഒരു കുടുംബത്തിലെ തന്നെ ചില കുടുംബങ്ങളിൽ ഒന്നോ രണ്ടോ ആളുകളെ ലഭിച്ച അവസ്ഥയുണ്ട്. മറ്റുള്ളവരെ കാണാനുണ്ട്. കൈക്കുഞ്ഞിനെ അടക്കം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും സജീവമായ രീതിയിൽ ഈ വൈകിയ വേളയിലും എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇപ്പോഴും സജീവമായി തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു. കൂടുതൽ വാഹനങ്ങൾ അടക്കമുള്ളവ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കമുള്ള നിരവധി വാഹനങ്ങൾ ഇവിടെയുണ്ട്. രാത്രിയുടെ ഒരു വലിയൊരു പ്രയാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ ഒരു പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഏതായാലും കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നുണ്ട്. ആംബുലൻസുകൾ ഇടതടവില്ലാതെ എത്തുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ ഉള്ള പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഇല്ലാതെ തന്നെ കൂടുതൽ ആംബുലൻസുകൾ എത്തുന്നുണ്ട്. അങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. രജീഷ്.
സിഫ്, അതോടൊപ്പം ഏറ്റവും അവസാനം രക്ഷാപ്രവർത്തനം എത്തിയ ഒരു മേഖലയാണ് മുണ്ടക്കൈ. അവിടേക്ക് എത്തിയപ്പോൾ ആളുകളോട് ആസിഫ് സംസാരിക്കുന്നത് കാണാമായിരുന്നു. ആ ആളുകൾ അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഒരു 15 മണിക്കൂറോളം രക്ഷാപ്രവർത്തകരെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ആളുകൾക്കുണ്ട്. ആ ഒരു സമയം അവർ എങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് വിവരിക്കാൻ പോലും ആവില്ല. എങ്ങനെയാണ് അവിടെയുള്ള തുടക്കത്തിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? തീർച്ചയായും രുചീഷ്, മുണ്ടക്കൈയുടെ കാര്യം പറയുകയാണെങ്കിൽ പരിക്കേറ്റ ആളുകൾ ഉണ്ടായത് രാവിലെ നമ്മളോടക്കം അവിടെയുള്ള ആളുകൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ തന്നെ അതിന്റെ അവസ്ഥ മനസ്സിലായിരുന്നു. അവർക്ക് തന്നെ അറിയാമായിരുന്നു രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത്. പക്ഷെ അത് ആ ഒരു പ്രതിസന്ധികളെ തരണം ചെയ്ത് അങ്ങോട്ട് ആളുകൾ എത്തുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ കൈയൊടിഞ്ഞ ആളുകളുണ്ടായിരുന്നു, കാലൊടിഞ്ഞ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലുണ്ടായിരുന്ന ആളുകളെ ഏറ്റവും ആദ്യം തന്നെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് നേവി അടക്കം ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തത്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് ഏറ്റവും കുറവ് പരിക്ക് പറ്റിയ ആളുകളെ അടക്കമുള്ളവരെ മാറ്റരുത്, കൂടുതൽ പരിക്കുള്ള ആളുകളെ അടക്കം ആദ്യം എത്തിച്ച് ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. മാത്രമല്ല അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഏതായാലും ആ വലിയ രീതിയിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എത്താൻ നമുക്ക് സന്ദർഭം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് എത്താൻ വൈകിയത്. ആ സന്ദർഭം ആ സാഹചര്യം നമ്മൾ ഒരുക്കിയെടുക്കുകയും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ അത് പുരോഗമിച്ചു. ആളുകൾ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ എല്ലാവരുടെയും അവസ്ഥ ഭീതികരമായ അവസ്ഥയായിരുന്നു. ആ ഒരു സമയത്ത് അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങളുടെ ഒരു അതിജീവനം ആ മണിക്കൂറുകളിൽ അവർ നടത്തുകയായിരുന്നു. ആ ഒരു അതിജീവനം അവർ അത്തരത്തിൽ സാധ്യമാക്കി. പരിക്കേറ്റ ആളുകളെ അവർക്ക് കഴിയുന്ന രീതിയിൽ ശുശ്രൂഷിച്ചു. ഏറ്റവും കൂടുതൽ പരിചരണം വേണ്ട ആളുകൾക്ക് അത്തരത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഒരുക്കി. അങ്ങനെ കുട്ടികളെ അടക്കം സുരക്ഷിതമാക്കി. അങ്ങനെയാണ് അവർ ആ ഒരു മണിക്കൂറുകൾ അതിജീവിച്ചത്. അതിനുശേഷം പരമാവധി വേഗത്തിൽ നമുക്ക് ആ രക്ഷാപ്രവർത്തകനെ ഏകോപിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പലതും നമ്മൾക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ വിവരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വളരെ വേഗത്തിലുള്ള ഇടപെടൽ ഈ ഒരു നാട് ഒന്നാകെ നടത്തുന്നുണ്ട്. ആ ഒരു നാട് ഒന്നാകെ നടത്തുന്ന ഒരു ഓപ്പറേഷന്റെ അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിന്റെ വിജയമാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ കാണാൻ കഴിയുന്നത്. കാരണം നമുക്കിപ്പോൾ രക്ഷപ്പെടുത്തിയ ആളുകളുടെ എണ്ണമെടുക്കാൻ ഇപ്പോൾ കൃത്യമായ കണക്ക് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ കൃത്യമായ കണക്ക് ഇറങ്ങില്ല. കാരണം നമ്മൾ അതിനൊന്നുമല്ല ഇപ്പോൾ ഇവിടെ ഏറ്റവും വേഗം ആളുകളെ എത്തിക്കുക, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക. മണ്ണിനടിയിൽ ഉള്ള ആളുകൾ അവരെ പോലും ഏതെങ്കിലും തരത്തിൽ അവരെ സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് എടുത്താൻ ആവശ്യമായുള്ള ഒരു ശ്രമം, അതിന് സാധ്യമാകുന്ന എല്ലാ വഴികളും തേടുന്നു. അങ്ങനെ വളരെ സജീവമായി ആസൂത്രിതമായ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോഴും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാത്രി വൈകിയ വേളയിലും അത് തുടരുകയാണ്. അതിൽ യാതൊരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യമില്ല. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് ഇരുട്ടിന്റെ പ്രതിസന്ധിയാണ്, അത് വെളിച്ചമില്ലാത്തതിന്റെ പ്രതിസന്ധിയാണ്. പക്ഷെ അത് ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ഉൾക്കരുത്ത് കൊണ്ട് ആ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഈ മണിക്കൂറുകളെല്ലാം കടന്നു പോകുന്നത്. ഒരു തരത്തിലുമുള്ള മടുപ്പ് ബാധിക്കാത്ത ഒരു വിഭാഗം ആളുകൾ അവർ ഇവിടെ സഹജീവികൾക്കായി അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം ശ്രമകരമാണ്. പലരുടെയും ആ ഒരു രക്ഷാപ്രവർത്തന ദൗത്യം പോലും ഒരുപക്ഷെ അതുപോലും അവരുടെ ജീവനടക്കം പണയം വെച്ചുകൊണ്ടാണ്. ആ സാഹചര്യങ്ങൾ അത്രയ്ക്ക് ദുഷ്കരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്ന വഴികൾ നമുക്കറിയാം. പുത്തുമല അടക്കമുള്ള മുമ്പ് മണ്ണിടിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളടക്കം ഈ ഒരു പ്രദേശമാണ്, പുത്തുമല അടക്കമുള്ളത്. ആ ഒരു പ്രദേശമടക്കം കടന്നു വേണം ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ മുമ്പ് ദുരിതമുണ്ടായ പ്രദേശത്തു കൂടി കടന്നിട്ടുമാണ് അവർ അത്തരത്തിൽ ആളുകൾ എത്തുന്നത്. ആ പുത്തുമല അടക്കമുള്ള പ്രദേശം കടന്നാണ് ആളുകൾ ഈ ഒരു പ്രദേശത്ത്. അപ്പോൾ മുമ്പ് ഇവിടെ ഉണ്ടായ ദുരിതത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി അതിൽ പങ്കാളികളായ ആളുകൾ അടക്കമുള്ളവർക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദുരിതമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആളുകൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വളരെ അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഈ സജീവമായ മണിക്കൂറുകൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ശ്രദ്ധിച്ചാൽ ഒരു മിനിറ്റിൽ ഒരു 3-4 വാഹനങ്ങൾ, അതിന്റെ അത് 2-3 ആംബുലൻസ് ഉണ്ടാകും. അപ്പോൾ അത്രയ്ക്ക് സജീവവും അത്രയ്ക്ക് വേഗതയിലുമാണ് ഇത് തുറന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ജനത മുഴുവൻ ഇവിടെ അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ അവരുടെ
നമ്മുടെ സഹപ്രവർത്തകരെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ ആ സമയം വിനിയോഗിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ ഈ ഒരു ശ്രമത്തിൽ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഈ ഒരു മനുഷ്യർ ഇവിടെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ട് ഇരിക്കുന്നത്. എല്ലാ തരത്തിലും അവർ അവരുടെ ചെയ്യാൻ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ മനുഷ്യരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം, അത് ഒരു തരത്തിലും അതിന് ഏതെങ്കിലും തരത്തിൽ മടുപ്പ് ബാധിക്കാതെ ആ ജനത്തിന് ഒത്തു നിൽക്കുകയാണ്. ഏതായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടെ ഉള്ളത്. രാത്രിയിൽ ഏതൊക്കെ തരത്തിൽ ഇവിടെ സജ്ജീകരണങ്ങൾ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. നമുക്ക് കാണാൻ കഴിയും ഈ KSRTC ബസ്സുകൾ ഇവിടെ നിരന്നു കിടക്കുന്നുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ, അവരെ കൂടുതൽ ആളുകളെ കൊണ്ടുവരാൻ, അങ്ങനെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടോ ആ ഫെസിലിറ്റി മുഴുവൻ ഇവിടെ എത്തിച്ചുകൊണ്ട് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ മാറി നിൽക്കുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴ ഇടവിടാതെ ഉണ്ടെങ്കിൽ പോലും വലിയ ശക്തമായ മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് ഈ ഘട്ടത്തിലും ഉണ്ട്. കോടമഞ്ഞ്, ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ കോടമഞ്ഞ് ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. നമുക്ക് വൈകുന്നേര സമയത്ത് ഉച്ചയ്ക്ക് ശേഷം കോടമഞ്ഞ് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിൽ ഇപ്പോൾ കോടമഞ്ഞിന്റെ ഒരു പ്രതിസന്ധി ഇല്ലെങ്കിൽ പോലും രാത്രിയിലെ ഇരുട്ടിന്റെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സൈനികരടക്കമുള്ളവർ അവർ ഇടവേളകളില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ബാച്ച് മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടുത്ത ബാച്ചിനെ നിയോഗിച്ചുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ശ്രമമാണ്. അങ്ങനെ എല്ലാ സന്നദ്ധ സംഘടനകളും, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ സംഘടനകളുണ്ട്. അങ്ങനെ എല്ലാവരും ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ഇരുട്ടിന്റെ പ്രതിസന്ധിയിൽ നമുക്ക് എത്ര നേരം ഇത് ഇങ്ങനെ തുടരാൻ കഴിയുമെന്നുള്ള ആശങ്കകൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. രുചീഷ്, നമുക്ക് ഓരോ മണിക്കൂറുകളിലും ഓരോ നിരവധി ജീവനുകൾ പുറത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു വാർത്തകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. രുചീഷ്.